പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ഹെയറിനെ കുറിച്ച് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹെയർ ഷാഫ്റ്റും ഹെയർ റൂട്ടും. ഓക്കെ, ഹെയർ റൂട്ട് എന്ന് പറയുന്നത് നമ്മളുടെ സ്കാൽപ്പിന് അകത്തേക്ക് പോകുന്ന ഭാഗത്തെയാണ്. ഹെയർ ഷാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിന് പുറത്തേക്ക് വരുന്നതാണ്. ആക്ച്വലി ഹെയർ ഷാഫ്റ്റ് എന്ന് പറയുന്നതിലാണ് നമ്മൾ ബ്യൂട്ടി ഫീൽഡിലുള്ളവർ വർക്ക് ചെയ്യുന്നത്. നേരെ മറിച്ച് ഹെയർ റൂട്ട് അല്ലെങ്കിൽ സ്കാൽപ്പിന് താഴത്തേക്കുള്ളത് ഡോക്ടർമാർക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഇതിന് മുന്നേയുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഹെയർ എന്ന് പറയുന്നത് കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഫൈബറാൽ നിർമ്മിതമാണ്. അതിന് ജീവനില്ല. സത്യത്തിൽ നമ്മുടെ പലരും ഹെയറിൻ്റെ പരിപാലന രീതിയൊക്കെ പറയുന്നതനുസരിച്ചൊരു ജീവനുള്ള ഫീലാണ്. സത്യത്തിൽ ഹെയർ എന്ന് പറയുന്നത് ഡെഡ് കെരാറ്റിനാണ്, അതായത് ജീവനില്ല അതിന്. അതുകൊണ്ടാണ് നമ്മൾ ഹെയർ കട്ട് ചെയ്യുമ്പോൾ വേദന എടുക്കാത്തത്. നേരെ മറിച്ച് നമ്മളൊരു ഹെയറിനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ടിൽ അതിന് നെർവിലേക്ക് കണക്ഷൻ ഉണ്ട്, അതുകൊണ്ട് വേദന ഉണ്ടാവും. അതാണ് നമ്മൾ പറഞ്ഞ സ്കാൽപ്പിനകത്തേക്കുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യേണ്ടത് ഒരു ഡോക്ടർമാരാണ്, നമ്മൾ ബ്യൂട്ടീഷ്യൻസ് അല്ല. പിന്നെ അതിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലരും പറയും എനിക്ക് ഭയങ്കര മുടി കൊഴിച്ചിലാണ് നിങ്ങളുടെ അടുത്ത് പലരും പറയാറുണ്ട്, ഹെയർ ഫോളിനുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പറയാറുണ്ട്. പക്ഷേ നമുക്ക് എത്ര ഹെയർ ഒരു ദിവസം നമ്മുടെ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് പൊഴിയാം, എത്ര പേരേക്ക് മുകളിലേക്ക് പൊഴിഞ്ഞു കഴിഞ്ഞാലാണ് അതൊരു ഹെയർ ഫോള് എന്ന് പറയുന്ന രീതിയിൽ കണക്കാക്കാൻ കഴിയൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വരുന്ന വഴിയിൽ നിങ്ങളോട് പറഞ്ഞുതരാം. നോർമലി നമ്മൾ, അതായത് ബ്യൂട്ടി മേഖലയുമായി ബന്ധപ്പെട്ട് ഹെയർ സ്റ്റൈലിസ്റ്റും ടെക്നീഷ്യൻസും ഒക്കെ യൂസ് ചെയ്യുന്ന ഹെയർ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിന് തൊട്ട് മുകളിൽ കാണുന്ന ഭാഗത്തെയാണ്. ആ ഹെയർ ഷാഫ്റ്റിനെ നോർമലി നമ്മൾ സ്റ്റൈലിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത് ഒരു 3 തരത്തിലാണ്: ഹെയർ റൂട്ട്, മിഡിൽ പോർഷൻ, എൻഡ് പോർഷൻ. ഇതിൽ ഹെയർ റൂട്ട് എന്ന് പറയുന്നത് ഏറ്റവും നമ്മുടെ മുടി കിളിർത്ത് വരുന്ന ആ ഭാഗം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗം, അതായത് ഈ റൂട്ട് ഭാഗം എപ്പോഴും നല്ല ഷൈനിയും നല്ല സ്ട്രെങ്ത്തും യാതൊരുവിധ ഡാമേജും ഇല്ലാത്തതായിരിക്കും. അവിടെ നിന്ന് വിട്ടിട്ട് വരുന്ന ബാക്കി ഒരു സെൻറ്റർ പോർഷൻ വരെ വരുന്നതിന് മിഡിൽ പോർഷൻ എന്ന് പറയും. അതും ഒരു ഹെയർ കുഴപ്പമില്ലാത്തൊരു സെക്ഷനിലായിരിക്കും. എൻഡ് പോർഷൻ എന്ന് പറയുന്നത് മിക്കവാറും സ്പ്ലിറ്റൻസ്, ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കാനുള്ള സാധ്യത, അതുപോലെ തന്നെ മുടി എൻഡിലേക്ക് വരുന്തോറും ശോഷിച്ച് വരുന്നതായിട്ടും കാണാം. ഈ ഒരു ഹെയറിൻ്റെ ഷാഫ്റ്റിന് മൊത്തത്തിൽ നമ്മൾ ഹെയറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ 3 രീതിയിലാണ്. പിന്നെ നമ്മളുടെ ഹെയറിൻ്റെ ആ ഒരു ലൈഫ് സൈക്കിള് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞിരുന്നു, അതൊരു പ്രത്യേക പോർഷനായിട്ട് പറയാം. അതുകൊണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത്. ഹെയറിൻ്റെ ലൈഫ് സൈക്കിള് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ആനജൻ, കാറ്റജൻ, താലജൻ. ഇങ്ങനെ 3 രീതിയിലാണ് തിരിച്ചേക്കണേ. ഇപ്പോൾ നമ്മൾ ഒരാളുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ കുട്ടിയായിരിക്കുന്നത്, ദെൻ അടുത്ത ഒരു യുവാവ്, പിന്നെ ഒരു പ്രായം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ വളർച്ചയെയും സയൻസ് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ആനജൻ, കാറ്റജൻ, താലജൻ. ഇനി എന്താണ് ആക്ച്വലി ആനജൻ എന്ന് പറയുന്ന ആ ഒരു സൈക്കിൾ? അതാണ് ഏറ്റവും ദൈർഘ്യമുള്ള സൈക്കിളായിട്ട് കണക്കാക്കുന്നത്. ഒരു 2 വർഷം മുതൽ 6 വർഷം വരെ വരുന്ന സമയമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് ശരിക്കും നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് നടക്കുന്നത്. ആ ഹെയറിൻ്റെ ഗ്രോത്ത് എത്ര സെൻറ്റിമീറ്റർ ഒരു ദിവസം, 0.03, ഈ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഹെയറിൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത് ഈ 3 ഇതിൽ വരുന്നതാണ്. ആ 3 ഇതിൽ ആനജനാണ് ഫസ്റ്റ് ഇതിൽ വരുന്നത്. അത് നമ്മളുടെ ഗ്രോത്തിൻ്റെ സൈക്കിൾ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഹെയർ ചിലർക്ക്, ഇപ്പോൾ എന്താ പറയുക, ചിലരുടെ ഹെയർ നമുക്കൊരു മീഡിയം പോർഷനിൽ വന്നു കഴിഞ്ഞാൽ നിൽക്കും, ചിലരുടെ മുടി നേരെ മറിച്ച് നല്ല നീളത്തിൽ വളരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ജനിക്കുമ്പോൾ തന്നെയുള്ള ജീനുകളാണ് അത് തീരുമാനിക്കുന്നത്. അതനുസരിച്ചിട്ടാണ് നമ്മളുടെ ഹെയറിൻ്റെ ഗ്രോത്ത് വരിക. അതുകൊണ്ടാണ് ചിലരുടെ ഷോർട്ടായിട്ട്, ചിലർ പറയും എൻ്റെ മുടി കുറച്ചേ വളരണുള്ളൂ. അവർ മുടി കുറച്ചേ വളരണുള്ളൂ എന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഹെയർ സൈക്കിൾ ഗ്രോത്ത് ഈ പറയുന്ന 2 to 6 എന്ന് പറയുന്ന വർഷത്തിനുള്ളിൽ ചിലപ്പോൾ 2 ആയിരിക്കും, ചിലപ്പോൾ 3 ആയിരിക്കും. എന്തുകൊണ്ടാണ് നമ്മളുടെ ഐബ്രോൻ്റെ ഇത് വളരെ കുറച്ചാൽ വരുന്നുള്ളൂ? അതെന്തുകൊണ്ടാണ്? കാരണം ഐബ്രോ 30 തൊട്ട് 45 ദിവസം വരെയാണ് അതിൻ്റെ വളർച്ച കണക്കാക്കുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ നമ്മുടെ ഹെയറിൻ്റെ വളർച്ച കണക്കാക്കുന്നത് 2 മുതൽ 6 വർഷം വരെയാണ്. ഈ 2 മുതൽ 6 വർഷം വരെയുള്ള സൈക്കിളിന് പറയുന്ന പേരാണ് ആനജൻ. ദെൻ അത് കഴിഞ്ഞാൽ, ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു സെക്ഷനാണ്, സൈക്കിളാണ് കാറ്റജൻ. കാറ്റജൻ സ്റ്റേജ് എന്നവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹെയർ സൈക്കിളിൻ്റെ 2ാമത്തെ ഭാഗം
നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുന്ന ആ 2 to 6 എന്ന് പറഞ്ഞ ഇയേഴ്സിൽ നിന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന വളർച്ച നിൽക്കുന്ന ആ ഒരു സൈക്കിൾ, ആ ഒരു ടൈം ഓഫ് പീരീഡിനെ പറയുന്നതാണ് കാറ്റജൻ. അതായത് നമ്മുടെ മുടി അകത്ത് നിന്ന് വളരുന്ന വളർച്ച നിന്നിട്ട് അത് സ്റ്റോപ്പാവും. ആ പറയുന്ന സ്റ്റേജിനാണത് 1-2 ആഴ്ചകൾ അതേ കണ്ടീഷൻ ഉണ്ടാവും. ഹെയറിൻ്റെ ഗ്രോത്ത് തീർന്നിട്ട് അതിങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് അതിൻ്റെ 3ാമത്തെ സ്റ്റേജാണ് താലജൻ. ഈ സൈക്കിളിൽ ആദ്യത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ കഴിഞ്ഞ് 3ാമത്തെ സ്റ്റേജ് താലജൻ എന്നാണ്. താലജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊഴിയുന്ന അവസ്ഥയാണ്. അതായത് ഗ്രോത്ത് സൈക്കിൾ കംപ്ലീറ്റ് ആയി പൊഴിഞ്ഞു പോവുക. നമ്മൾ കോമ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുളിച്ചിട്ട് ഇരുമ്പോൾ ഒക്കെ മുടി പൊഴിയുന്ന അവസ്ഥയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്, മുടി ഇങ്ങനെ പൊഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുമോ? ആക്ച്വലി മുടി പൊഴിയുന്നത് എങ്ങനെയാണ്? നമ്മുടെ വളർച്ച 2 to 6 ഇയറിൽ തീർന്നതിന് ശേഷം അതിൻ്റെ ഗ്രോത്ത് നിന്ന് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ഹെയർ ഫോളിക്കിളിൽ നിന്ന് അടുത്ത ഇത് സ്റ്റാർട്ട് ചെയ്യും. ആ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇത് പൊഴിയുക. അതനുസരിച്ച് നമുക്ക് ഹെയർ സയൻസ് പ്രകാരം പറയുന്നത് 50 മുതൽ 100 വരെ ഹെയർ സ്ട്രാൻഡ് ഒരു ദിവസം പൊഴിഞ്ഞാലും അത് ഹെയർ ഫോളായിട്ട് കണക്കാക്കേണ്ടതില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം പകരം അടുത്ത ഇത് വരും. പിന്നെ നമ്മുടെ ഹെയർ വളർച്ച എല്ലാ ഹെയറും ഒരുപോലെയല്ല. അതുകൊണ്ടാണ് നമുക്ക് ഹെയർ ഒന്ന് വരും, വീണ്ടും ഒരെണ്ണം കുറച്ച് പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാം ഒരേ സമയത്ത് പൊഴിഞ്ഞ് ഒരേ സമയത്ത് വരുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെയല്ല, പലതും പല സമയത്താണ് വളരുന്നത്. അതുകൊണ്ടും അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു സാധാരണ മനുഷ്യൻ്റെ സ്കാൽപ്പിൽ 80,000 മുതൽ 1.25 ലക്ഷം വരെ ഹെയർ സ്ട്രാൻഡ് ഉണ്ടാവുമെന്നാണ് പറയുക. അതിലാണ് ഈ പറയുന്ന ഒരു ദിവസം 50 മുതൽ 100 സ്ട്രാൻഡ് വരെ പൊഴിയാം, ഓരോ നാര് വരെ പൊഴിയാം. അത് ഹെയർ ഫോളായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടതില്ല എന്ന് പറയുന്നത്. ഇനി അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അത് നമ്മളൊരു ഡോക്ടറുമായിട്ട് ആദ്യം ക്ലയൻറ്റ് പോയി കണ്ട് നിങ്ങൾ ആരായാലും സംസാരിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ മെഡിസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ടാവാം, ഹോർമോണുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാവാം, പൊല്യൂഷൻ, നമ്മുടെ സ്ട്രെസ്സ്, നമ്മൾ ചെയ്യുന്ന വർക്ക്, അതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ തലമുടി പൊഴിയുന്ന അവസ്ഥ ഉണ്ടാവാം. അപ്പോൾ ഹെയർ പൊഴിയുക എന്നുള്ളത് 50 to 100 സ്ട്രാൻഡ് വരെ ഡെയിലി പൊഴിയുക എന്ന് പറയുന്ന ഒരു പ്രശ്നമായിട്ട് കണക്കാക്കേണ്ടതില്ല. ഹെയർ സയൻസ് പ്രകാരം അത് നോർമലി ഉണ്ടാവും. പകരം പുതിയത് നമ്മുടെ തലയിൽ നിന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യും. കാരണം ഇത്രത്തോളം സ്ട്രാൻഡ് ഉള്ളതിൽ അത് ഓരോ സമയത്ത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പറയുന്ന 3 സ്റ്റേജാണ് ആനജൻ, കാറ്റജൻ, താലജൻ. ഈ 3 സ്റ്റേജുകളിലൂടെയാണ് നമ്മളുടെ ഒരു ഹെയർ സൈക്കിൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബ്യൂട്ടി ഫീൽഡുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റൈലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയണിങ് മെഷീൻ, ബ്ലോ ഡ്രൈ, അതുപോലെ തന്നെ ടോങ്സ്, ഇത്തരത്തിലുള്ള ഹീറ്റിംഗ് ടൂൾസ് എല്ലാം നമ്മളുടെ ഹെയറിൽ ഉപയോഗിക്കുന്ന സമയത്ത് അത് ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ, അത് ഏത് ടൈപ്പ് ഓഫ് ഹെയർ ആയാലും കുഴപ്പമില്ല, അത് പ്രിവെൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ ഹെയറിൻ്റെ ഒരു സംരക്ഷണത്തിനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനുള്ള ഒരു കാര്യമാണ് ഉറപ്പായിട്ടും ഹീറ്റ് പ്രൊട്ടക്ടർ യൂസ് ചെയ്യണം. അത് എന്ത് അതായത് ചൂടുമായി ബന്ധപ്പെട്ട് എന്ത് സ്റ്റൈലിംഗ് ടൂൾസ് യൂസ് ചെയ്താലും ഉറപ്പായിട്ടും ഒരു ഹീറ്റ് പ്രൊട്ടക്ടർ യൂസ് ചെയ്യുക. ഓക്കെ. പിന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഹെയർ ഗ്രോത്ത് ചെയ്യാനുള്ള ചെറിയ കാര്യങ്ങളൊക്കെ, ഇപ്പോൾ അവർക്ക് കണ്ടിന്യൂ ആയിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയറും ഒപ്പം ഹെയർ ഗ്രോത്ത് കൂടാനുള്ള, കാരണം ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതനുസരിച്ച് ഹെയർ ഗ്രോത്ത് കൂടാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുപോലെ പംകിൻ, ജോജോബ ഓയിൽ, വൈറ്റമിൻ ഇ, ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നതും നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂടുവാൻ സഹായകരമാകുന്ന ഒരു കാര്യം. നമ്മുടെ തലമുടിയിനേക്കാളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, താടി വളരുന്നത് തലമുടിനേക്കാളും പെട്ടെന്നാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ തലമുടി ഇരിക്കുന്നത് നമ്മളുടെ തലയോട്ടിക്ക് തൊട്ട് മുകളിലായിട്ടാണ്. അതിൻ്റെ ഇടയിൽ ഫ്ലഷോ കാര്യങ്ങളോ, ബ്ലഡ് സർക്കുലേഷൻ കമ്പാരിറ്റീവ്ലി നമ്മുടെ ഇവിടത്തെ അപേക്ഷിച്ച് കുറവാണ്. താടിയാവുമ്പോൾ ഇവിടെ കണ്ടില്ലേ, എല്ലിനിടയിൽ കുറേ ഫ്ലഷും കാര്യങ്ങളൊക്കെ, നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ താടിയുടെ വളർച്ച വളരെ പെട്ടെന്നാകുന്നത്. അപ്പോൾ ഞാൻ മെയിനായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഹെയറിൻ്റെ ഒരു സൈക്കിളാണ്. പലരും ഹെയർ ഫോള് എന്ന് പറയുമ്പോൾ പേടിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ശരിക്കും ഹെയർ ഫോള് എന്ന് പറയുന്നത് വളർച്ച പൂർത്തിയായി അതിൻ്റെ 1-2 മാസം വളർച്ച പൂർത്തിയായി കഴിഞ്ഞിട്ടുള്ള വിശ്രമത്തിന് ശേഷം അടുത്ത
1-2 മാസം കൊണ്ട് അത് പൊഴിഞ്ഞു പോകുന്നൊരു പ്രക്രിയയാണ്. അത് ഇങ്ങനെയുള്ളൊരു പ്രോസസ്സാണ്. അതുകൊണ്ട് കുറച്ച് മുടി പൊഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഹെയർ സയൻസ് പ്രകാരം പറയുന്നത്. അതല്ല, അതിന് മാത്രമുള്ളൊരു മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം. അപ്പോൾ ഒരു വളരെ ചെറിയൊരു വീഡിയോ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ ചെയ്തതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഉപകാരപ്പെടും എന്ന് തന്നെ കരുതുന്നു. നമ്മൾ ഈ ഹെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിക്കും പഠിക്കുകയും വായിക്കുകയും ചെയ്യുകയാണെങ്കിൽ നല്ല രസകരമായ ഒരു അറിവുകളാണ് ഇതിൽ നിന്ന് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീണ്ടും നാളെ അടുത്തൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.